തരത്തിലുള്ള ക്യാൻസറുകളാണ് ഇപ്പോൾ എല്ലാവർക്കും വരുന്നത്. പല അവയവങ്ങളിൽ ക്യാൻസർ ബാധിക്കുന്നു. എന്നാൽ ഈ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടായിരിക്കും ക്യാൻസർ നമുക്ക് പിടിപെടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് SUT പട്ടം ഹോസ്പിറ്റൽ ഡോക്ടർ അനുപ്രിയ, ഓങ്കോളജിസ്റ്റ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ക്യാൻസർ എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ എന്താണ് ക്യാൻസർ, ഒന്ന് വിശദീകരിക്കാമോ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾക്കുണ്ടാകുന്ന അനിയന്ത്രിതമായ വളർച്ചയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഈ ശരീരത്തിലെ ഏത് കോശങ്ങളിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെറിയ സ്കിന്നിൽ നിന്നുള്ള ട്യൂമറാവാം, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ നിന്ന് വരുന്നതാകാം. അത് ഓരോ എവിടെ നിന്നാണോ വരുന്നതെന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഏത് ക്യാൻസറാണ് എന്നുള്ള കാര്യം പറയുന്നത്. ഡോക്ടർ, ഇതൊരു ഹെറിഡിറ്ററി രോഗമാണോ? പാരമ്പര്യമായിട്ട് നമുക്കിത് വരുന്നുണ്ടോ? ക്യാൻസറിന് പലതരത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ നമുക്ക് തെളിയിക്കപ്പെട്ടതും അതായത് സാധ്യതകൾ കൂടുതലുള്ള അങ്ങനെ കുറേ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോ സ്പെസിഫിക് ക്യാൻസേഴ്സിനും അതിന് പല കാരണങ്ങളുണ്ടായിട്ട് പറയുന്നുണ്ട്. അപ്പം ചിലതിൽ നമുക്ക് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം, ചിലതിന് എന്തെങ്കിലും ഇതുപോലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാകാം, സ്മോക്കിംഗ് ഉണ്ടാകാം, ആൽക്കഹോളിസം, നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ്, അതൊക്കെ കൊണ്ട് ഓരോ തരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ടാകുന്നതായിട്ട് പ്രൂവൺ ചെയ്തിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്ക് മൊത്തത്തിലുള്ള ക്യാൻസർ ഇൻസിഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 10% അല്ലെങ്കിൽ 5% താഴെയാണ് മൊത്തത്തിൽ വരുന്നത്. അത് ഓരോ കാറ്റഗറി, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് വരുന്ന പോലെ ആയിരിക്കില്ല കോളൻ ക്യാൻസറിന്, അങ്ങനെ ഓരോന്നിലും വ്യത്യാസമായിട്ടുണ്ടാകാം. ജനിതകപരമായിട്ട് വരുന്ന ക്യാൻസർ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാമുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ, ഈ പ്രൈമറി, സെക്കൻഡറി അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ, ഒരു 4 സ്റ്റേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? സാധാരണഗതിയിൽ നമ്മുടെ OPയിൽ വരുമ്പം പൊതുവേ പേഷ്യൻസും അതിൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമുക്ക് എന്താണ് പേഷ്യൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്. അപ്പം പൊതുവേ നമുക്ക് സ്റ്റേജിങ്ങിനെ പറ്റി ആൾക്കാർക്ക് ഒരു മിഥ്യാധാരണയുണ്ട്. അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ രക്ഷയില്ല എന്നുള്ളത്. അത് ചില കാര്യങ്ങളിൽ ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ അതിനേക്കാളും മുമ്പേ നമുക്ക് എന്താണ് സ്റ്റേജിങ് എന്നുള്ള കാര്യം സംസാരിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് സോളിഡ് ഓർഗൻ മാലിഗ്നൻസീസും അതുപോലെ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കോമൺലി നമുക്ക് മാനേജ് ചെയ്യാനുള്ളതും ഇതുപോലെ സോളിഡ് ട്യൂമേഴ്സാണ്. അതായത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, കോളൺ ക്യാൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് സ്റ്റേജിങ് നമുക്ക് ഫോളോ ചെയ്യുന്നത് എപ്പോഴും ഒരു AJCC സ്റ്റേജിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് ട്യൂമറിൻ്റെ സൈസ്, അതുപോലെ ലിംഫ് നോഡ് എന്ന് പറഞ്ഞാൽ കഴലകൾ, നമുക്ക് ഓരോ അവയവത്തിനെയും അത് ഡ്രെയിൻ ചെയ്യുന്ന പ്രത്യേകം കഴലകളുണ്ട്. അതിലേക്കുള്ള അസുഖത്തിൻ്റെ സ്പ്രെഡ്, പിന്നെ അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് അസുഖത്തെ ചുറ്റിപ്പറ്റിയുള്ള കഴലകളല്ലാതെ വേറെ ദൂരസ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തന്നെ ശ്വാസകോശം, അല്ലെങ്കിൽ ലിവർ, അല്ലെങ്കിൽ ബോൺസിലോട്ട്, ബ്രെയിനിലോട്ട്, അങ്ങനെയുള്ള അത് വെച്ചിട്ടാണ് നമുക്ക് ആ സ്റ്റേജിങ് വരുന്നത്. ആ സ്റ്റേജിങ്ങിൽ ട്യൂമറിൻ്റെ സൈസ് അനുസരിച്ചിട്ടും ആ മെയിനായിട്ട് ഇപ്പോൾ ഒരു പൊതുവെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവയവത്തിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസീസ്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആ അവയവത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഴലകളിലേക്ക് പോകുന്ന അസുഖം. സ്റ്റേജ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കഴലകളിലോട്ടോ അല്ലെങ്കിൽ ഈ ട്യൂമർ തന്നെ കുറച്ചുകൂടി വലിയ സൈസിലോട്ടോ ഉള്ള അസുഖം. സ്റ്റേജ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റൻസ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ലങ്സിലോട്ടോ, ലിവറിലോട്ടോ, ബോണിലോട്ടോ, ബ്രെയിനിലോട്ടോ, ഇതിനെ ചുറ്റിപ്പറ്റി അല്ലാതെ ഉള്ള ഏത് സ്ഥലത്തേക്ക് പോയാലും നമുക്ക് അതിനെ അഡ്വാൻസ് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് 4 എന്നാണ് പറയുന്നത്. ഡോക്ടർ, ഈ ക്യാൻസറിന് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യാൻ? ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് അറിയുമ്പോൾ കൊടുക്കുന്ന ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ നമുക്കുണ്ട്. ആദ്യം നമുക്ക് ഒരു ക്യാൻസർ രോഗലക്ഷണങ്ങളായിട്ടായിരിക്കും രോഗി നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ രോഗലക്ഷണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന മുഴയോ അല്ലെങ്കിൽ രക്തത്തിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു പ്രൈമറി ആയിട്ടുള്ള കുറച്ച് സ്കാനിങ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് ടിഷ്യൂ ഡയഗ്നോസ് അല്ലെങ്കിൽ ബയോപ്സി വേണം. ബയോപ്സി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ക്യാൻസർ കോശങ്ങളെ എടുത്ത് നമുക്ക് മൈക്രോസ്കോപ്പ് കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് തരത്തിലുള്ള അത് ക്യാൻസർ തന്നെയാണോ എന്നുള്ള സ്ഥിരീകരണം അപ്പോഴാണ് നമുക്ക് കൺഫേം ആക്കി കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്റ്റേജിനനുസരിച്ചിട്ടായിരിക്കും ചികിത്സയും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമുക്ക് രോഗനിർണയത്തിനായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളോ അല്ലെ ടെസ്റ്റുകളുണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് അസുഖം എന്താണ്, അസുഖത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്, അതിനനുസരിച്ചും അതുപോലെ തന്നെ സ്റ്റേജിനനുസരിച്ചിട്ടുമായിരിക്കും ഓരോ അവയവത്തിലും ഉണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള ചികിത്സ നിർണ്ണയിക്കുന്നത്. പൊതുവേ നമുക്ക് ക്യാൻസർ ഒരു വയസ്സായ ആൾക്കാരിൽ വരുന്നൊരു ടെൻഡൻസി ആയിരുന്നു പണ്ടെന്നല്ല പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഓരോ
പ്രത്യേക പ്രായക്കാരിലും വരുന്ന നമുക്ക് കുട്ടികളിൽ വരുന്ന ഒരു ക്യാൻസേഴ്സ് ഉണ്ട്. അത് നമുക്ക് കൂടുതലായിട്ടും ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ ഈ പ്രായമായവരിൽ കാണപ്പെടുന്ന ക്യാൻസേഴ്സാണ് ഈ അതിൽ ഒരു പാറ്റേൺസിന് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈ ചെറുപ്പക്കാർ കാണപ്പെടുന്ന തരത്തിലുള്ള പാറ്റേൺ ആയിരിക്കില്ല വയസ്സായ ആൾക്കാരിൽ വരുന്നത്. ഈ പൊതുവേ നമ്മൾ ഈ പറയുന്ന ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സ്റ്റൊമക്കിലെ ക്യാൻസർ അതെല്ലാം കൂടുതലായിട്ടും പ്രായം കൂടി വരുമ്പോഴത്തേക്കുള്ള ക്യാൻസറുകളായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ചിലർക്ക് ഈ യങ്ങർ ഏജിലും വരാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പെറ്റ് CT, നോർമൽ CT ഇങ്ങനെയുള്ള സ്കാനൊക്കെ എടുത്തു നോക്കാറുണ്ടല്ലോ, അതൊക്കെ എന്താണ്? അത് നമുക്ക് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ ക്യാൻസറുകൾക്കും ഒരുപോലെ ഉള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ് ആയിരിക്കില്ല. നമുക്ക് ഈസി ആയിട്ട് സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അസുഖം പിക്ക് ചെയ്യാൻ സാധ്യതയുള്ളതായിരിക്കും നമുക്കൊരു സ്ക്രീനിങ്ങിനായിട്ട് വെക്കാൻ പറ്റുന്ന ചില ക്യാൻസേഴ്സ് നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാംസോ കാര്യങ്ങളോ വെച്ചോ ഒന്നും തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഏറ്റവും നല്ല സ്ക്രീനിങ്, എഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീനിങ് മെത്തേഡ്സ് ഉള്ളത് ഒന്ന് നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിനും അതുപോലെ സെർവൈക്കൽ ക്യാൻസറിൽ നമുക്ക് സ്മിയർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് മെയിനായിട്ട് കിട്ടാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജിൽ അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രീനിങ് ചെയ്യുന്ന വഴി നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ അസുഖം കണ്ടുപിടിക്കാനും, ഇപ്പോൾ ഈ ബ്രസ്റ്റിനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മാമോഗ്രാം എടുത്ത് നോക്കാം. അതുപോലെ സെൽഫായിട്ടുള്ള ബ്രസ്റ്റ് എക്സാമിനേഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സെർവിക്സ് വരുമ്പോൾ സെർവിക്സിൽ പാപ്സ്മിയർ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ട്യൂമർ മാർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറേയേറെ പേഷ്യൻസിൽ നമുക്കത് കൂടുതലായിട്ട് വന്ന് കാണാറുണ്ട്. പിന്നെ അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഇത് പിക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ആ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുമ്പം ആ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസീസ് ഇല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ പറ്റും, ആ പർട്ടിക്കുലർ അവയവത്തെ സംബന്ധിച്ചുള്ള. ഭാവിയിൽ പക്ഷേ ഇത് അസുഖം വരാനുള്ള സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരിക്കും. ടെസ്റ്റിങ്ങുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. ഒന്ന് നമുക്ക് അസുഖം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റിങ്ങുകൾ. അതിൽ മെയിനായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കാനിങ്ങുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിലപ്പോൾ നമുക്കൊരു അൾട്രാസൗണ്ട് മാത്രം മതിയാവും. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയാണ് അസുഖം എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു എന്ത് സ്കാൻ വേണം എന്നുള്ള കാര്യമൊക്കെ നിർണ്ണയിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്കൊരു എക്സ്റേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ബയോപ്സി ആണ് ഇതിന് മെയിനായിട്ട് വരുന്ന ടെസ്റ്റിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ബയോപ്സി കിട്ടിക്കഴിഞ്ഞാൽ ട്യൂമറിൻ്റെ സ്വഭാവവും കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ പെറ്റ് സ്കാൻ എല്ലാത്തിനും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും ഈ ലിംഫോമ അങ്ങനെയുള്ളതിനൊക്കെയാണ് കൂടുതലായിട്ടും പെറ്റ് സ്കാൻ കാര്യങ്ങൾ വേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ CTയോ അല്ലെങ്കിൽ MRIയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംശയാസ്പദപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൺഫേം ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പെറ്റ് സ്കാനും കാര്യങ്ങളും എടുക്കാൻ പറ്റും. അതുപോലെ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ്, നമുക്കൊരു ഇനിഷ്യൽ ബേസിക് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എത്രത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലുള്ള സ്കാനിങ്ങുകളും ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്ത് നോക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ടോ? അതായത് ഇതേ കഴിക്കാൻ പാടുള്ളൂ, ഇത് കഴിക്കാൻ പാടില്ല, ഇത് കഴിച്ചാൽ ക്യാൻസർ വരും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾ, അതായത് നമുക്ക് ക്യാൻസറിൽ തന്നെ നമുക്ക് ഈ കോളോറക്ടൽ മാലിഗ്നൻസി, കുടലിൽ വരുന്ന ക്യാൻസർ, അതുപോലെ ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസർ, ഇതെല്ലാം നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഒബിസിറ്റി ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് സ്റ്റഡീസ് എല്ലാം പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂടുന്ന തരത്തിലുള്ള നമ്മുടെ ഉള്ള ഫുഡ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കുന്നത് ഈ തടി കുറയ്ക്കുന്നതിനും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻസറുകൾ കുറയ്ക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡോക്ടർ അനുപ്രിയ മാം നമുക്ക് കുറച്ച് ക്യാൻസറിനെ കുറിച്ചുള്ള അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് തന്നത്. എനിവേ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു മാം.